ഹായ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ മെൽബൺ സൂവിന്റെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് സയൻസ് ആൻഡ് ലൈഫ് ഗാലറിയിലേക്കാണ്. സയൻസ് ആൻഡ് ലൈഫ് ഗാലറിയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് 18.7 നീളമുള്ള ഈ ഒരു ബ്ലൂ വെയിലിൻ്റെ സ്കെൽട്ടനാണ്. 1992 വിക്ടോറിയയിലെ ലോൺ ബീച്ചിൽ അടിഞ്ഞ പിഗ്മി ബ്ലൂ വെയിലിൻ്റെ സ്കെൽട്ടനാണിത്. ലോൺ ബീച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തത് കേട്ടോ. ലോൺ ബീച്ചിൽ നമ്മൾ പോയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ കാണണേ. അപ്പോൾ ഈ വലിയൊരു സ്കെൽട്ടൻ വെച്ചിരിക്കുന്നത് സയൻസ് ആൻഡ് ലൈഫ് ഗാലറിയുടെ എൻട്രൻസിൽ തന്നെയാണ് കേട്ടോ. ഉറപ്പുള്ള തിമിംഗലത്തിൻ്റെ അസ്ഥി കൊണ്ടും പല്ലുകൾ കൊണ്ടും പലവിധം ആയുധങ്ങളും ആഭരണങ്ങളും പണ്ടുള്ളവർ ഉണ്ടാക്കിയിരുന്നു. അവയിൽ ചിലതാണ് ഈ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. പാമ്പുകൾക്ക് പേരുകേട്ട നാടാണ് ഓസ്ട്രേലിയ എങ്കിലും 1905 സിംഗപ്പൂരിൽ നിന്നും മെൽബൺ മ്യൂസിയത്തിന് ഡൊണേഷൻ കിട്ടിയതാണ് ഈ പൈത്തോണിൻ്റെ അസ്ഥിക്കൂടം. മെൽബൺ മ്യൂസിയം ലേഔട്ടിൻ്റെ സിംഹഭാഗവും സയൻസ് ആൻഡ് ലൈഫ് ഗാലറി തന്നെയാണെന്ന് പറയാം. കാരണം അത് സുവോളജി, പാലിയന്റോളജി, ജീനോളജി, എവല്യൂഷൻ, എൻറ്റമോളജി ആൻഡ് ജെനറ്റിക്സ് എന്നിങ്ങനെ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു പ്രധാന ആകർഷണമാണ് ഈ ഡൈനോസർ വാക്ക്. ഇതൊരു ഡ്രമാറ്റിക് ആൻഡ് മോണമെൻ്റൽ സ്പേസ് ആണെന്ന് പറയാം. മൺമറഞ്ഞുപോയ ഭീമാകാരന്മാരായ ദിനോസറുകളുടെ അസ്ഥികൂടങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. പലതിനും ടാർബോസെറസ്, ട്രൈസെറാപ്റ്റോസ് എന്നിങ്ങനെ വായിൽ കൊള്ളാത്ത പല പേരുകളും. അവയ്ക്കിടയിലൂടെ കാഴ്ചക്കാരായിട്ട് നടക്കുമ്പോൾ അവ ജീവിച്ചിരുന്ന കാലഘട്ടത്തെപ്പറ്റി നമ്മൾ അതിശയത്തോടെ ഓർത്തുപോകും. മനുഷ്യൻ്റെ 10 മടങ്ങ് വലിപ്പമുള്ള മാംസമില്ലാത്ത അസ്ഥികൾ. അപ്പോൾ മാംസത്തോട് കൂടിയവ എത്ര വലുതായിരുന്നിരിക്കണം? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കരയിലെ ആനിമലായ ബ്രാക്കിയോസറസിൻ്റെ അസ്ഥികൂടമാണിത്. സൗറോപോഡ് ക്ലാസിഫിക്കേഷനിൽ പെടുന്ന ഇവ പ്ലാന്റ് ഈറ്റിംഗ് ഡൈനോസറുകളാണ്. ഈ സ്കെലിറ്റൻസിൽ ഒട്ടുമിക്കതും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്ത ഫോസിലുകളുടെ കാസ്റ്റ് റീപ്ലിക്കകളാണ്. ഈ ഒരു രൂപത്തിലാണ് ഒറിജിനൽ ഫോസിൽസ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഫോസിൽസ് മാത്രമല്ല ഉള്ളത്, പാലിയന്റോളജിയുടെ പുറകിലുള്ള സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇൻറ്ററാക്റ്റീവ് ടച്ച് സ്ക്രീൻ പാനലുകളുമുണ്ട്. എങ്ങനെയാണ് ഫോസിൽ ഉണ്ടായത്, ആ ഫോസിലിൽ നിന്നും എങ്ങനെയാണ് ഒരു ജീവിയുടെ മൂവ്മെൻറ്റും ഭക്ഷണക്രമങ്ങളും എല്ലാം കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ അതിലൂടെ അവർ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊരു ഡൈനോസറിൻ്റെ ഒറിജിനൽ പല്ല് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് തൊട്ട് നോക്കാനുള്ള അവസരമുണ്ട്. തൊടുമ്പോൾ തന്നെ നമുക്കറിയാം എന്തുമാത്രം ഷാർപ്പാണെന്ന്. ബ്ലേഡ് പോലെ മൂർച്ചയുള്ള പല്ലുകളാണവ. ഡൈനോസറുകളുടെ കൂട്ടത്തോടെയുള്ള വംശനാശം വിശദീകരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളും ഇടയ്ക്കിടെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഭൂമി എത്രത്തോളം ചേഞ്ച് ആയെന്ന് വളരെ സയൻറ്റിഫിക് ആയിട്ട് അവരതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഒത്തിരി ഉപകാരപ്രദമാണ് ഈ ഒരു വിസിറ്റ്. ഇതാണ് വൈൽഡ്. സയൻസ് ആൻഡ് ലൈഫ് ഗാലറിയുടെ ഈ ഭാഗം ഷോക്കേസ് ചെയ്തിരിക്കുന്നത് ഏകദേശം 700-ൽ പരം ആനിമൽസിൻ്റെ സ്പെസിമെൻ ഡിസ്പ്ലേസ് ആണ്. ഓസ്ട്രേലിയയുടെ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള ആനിമൽസിൻ്റെ സ്പെസിമെനുകൾ ഡിസ്പ്ലേ ചെയ്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ എക്സിബിറ്റ്സ് പ്രധാനമായും അഡാപ്റ്റേഷനെയും ഇവാലുവേഷനെയും എംഫസിസ് ചെയ്യുന്നു. ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റിയുടെ പ്രിസർവേഷനിലും ഡിസ്ട്രക്ഷനിലുമുള്ള ഹ്യൂമൻ റോള് വിവിധ തരത്തിലുള്ള ഓഡിയോ വിഷ്വൽ എലമെൻസിലൂടെയും എൻഗേജിങ് സ്റ്റോറി ടെല്ലിങ്ങിലൂടെയും വൈൽഡ് നമുക്ക് പറഞ്ഞു തരികയാണ് ഇവിടെ. ഇത് വിവിധയിനം പക്ഷികളുടെ ഒരു സ്പെസിമെനാണ് വെച്ചേക്കുന്നത്. ഇത് ആനിമൽസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും പേര് മെൻഷൻ ചെയ്ത് പോകുമ്പോഴത്തേനും അത്രയും സമയം നമുക്ക് നഷ്ടമാണ്. ഇതൊക്കെ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ബേർഡാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഓസ്ട്രേലിയയുടെ സ്വന്തം കാങ്കറൂസ്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സൾഫർ ക്രസ്റ്റഡ് കൊക്കാറ്റോ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവ വരുമ്പോൾ കൂട്ടമായിട്ടാണ് ഇങ്ങനത്തെ കൊക്കറ്റൂസ് വരുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ഒച്ചയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂയിസൻസ് ആയിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ ഇതിനെ കൺസിഡർ ചെയ്തേക്കുന്നത് കേട്ടോ.
അപ്പോൾ ഈ ആനിമൽസിൻ്റെയൊക്കെ സ്പെസിമെൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെയൊക്കെ യഥാർത്ഥ വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ അത് സ്പെസിമെൻ ആക്കി വെച്ചിരിക്കുന്നത്. സീഗള്ളിൻ്റെ ഗ്രൂപ്പിൽ പെടുന്ന ഈ ഒരു ബേർഡിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ നമ്മൾ അതിശയപ്പെടും കേട്ടോ. അത് ഭയങ്കര വലിയൊരു, അതായത് നമ്മുടെ പരുന്തിൻ്റെയൊക്കെ പോലത്തെ ഒരു വലിപ്പമുള്ള ബേർഡാണത്. അപ്പോൾ ഇത് ഓസ്ട്രേലിയയുടെ തന്നെ കരയിൽ കാണപ്പെടുന്ന വിവിധ തരത്തിലുള്ള പെൻഗ്വിനുകളാണ്. ഇതാണ് പ്ലാറ്റിപ്പസ്. കങ്കാരുവിനെ പോലെ തന്നെ ഓസ്ട്രേലിയയിൽ മാത്രമാണ് പ്ലാറ്റിപ്പസ് കാണപ്പെടുന്നത്. ഒരു സെമി അക്വാട്ടിക് ആനിമലാണ് കേട്ടോ അത്. അതുപോലെ തന്നെ വെള്ളത്തിൽ കാണപ്പെടുന്ന മറ്റ് ജീവികൾ. ഇനി ഈ ഒരു ഭാഗം കാണിക്കുന്ന ഫ്രഷ് വാട്ടറിലും ഓഷനിലും ഒക്കെ കാണപ്പെടുന്ന ജീവികളാണ്. ഇതിൽ ഒട്ടുമിക്കതിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. ഇതൊന്നും ഞാൻ മുമ്പ് കണ്ടിട്ട് പോലുമില്ല. ആനുവൽ പ്ലാന്റിൽ കൂടി കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ ജീവികളൊക്കെ കാണുന്ന ആനുവൽ പ്ലാന്റിൽ കൂടെയാണ്. അതിൽ കൂടെ പോലും ഇതിനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറത്തിൽ കാണുന്നതാണ് സ്പൈഡർ ഫിഷ്. സ്പൈഡർ ഫിഷിൻ്റെ മോഡലും സ്പെസിമനും അവരോട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബേർഡ്സിൻ്റെ ഡിസ്പ്ലേസ് കാണാം. നമ്മുടെ നാട്ടിലെ മരംകൊത്തിയോടൊക്കെ സാമ്യമുള്ള ഒരു തരം ബേർഡാണ് മേളിൽ വെച്ചിരിക്കുന്നത്. ഇനി താഴെ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറത്തിലുള്ള ബേർഡാണ് മാഗ്പൈ. ലോകത്തിൻ്റെ വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ ഇത് കാണപ്പെടുന്നുള്ളൂ. പക്ഷേ നമ്മുടെ കാശ്മീരിൽ മാഗ്പൈ ഉണ്ട്. ഇനി ഇവിടെ വിക്ടോറിയയിൽ നമ്മൾ വെറുതെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ കാണുന്ന ചില കുരുവികളും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു തത്തയൊക്കെയാണ് കേട്ടോ ഇത്. നമ്മുടെ നാട്ടിലിങ്ങനെ പ്രാവുകൾ റോഡിലേക്ക് കൂടെ കുത്തിപ്പെറുക്കിക്കൊണ്ടൊക്കെ നടക്കത്തില്ലേ, അപ്പം അങ്ങനെ കാണുന്ന ചില ബേർഡ്സ് ആണ് ഈ കാണുന്നത്. ഇതിനെല്ലാത്തിൻ്റെയും പേര് ഒരു നെയിം ബോർഡിൽ അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്രയ്ക്ക് ഫെമിലിയർ അല്ലാത്ത പേരായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പറയാത്തത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കോക്കറ്റ്യൂസും അതേപോലെ ഈ വൈൽഡ് ഡക്സും ഒക്കെ നമ്മൾ ശരിക്കും കോമൺ ആയിട്ട് എപ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒക്കെ കാണുന്ന തരത്തിലുള്ള ബേർഡ്സാണ് കേട്ടോ. വൈൽഡ് ഡക്സൊക്കെ എല്ലാ ക്രീക്കിൻ്റെയും സൈഡിൽ കൂടെ ഉണ്ടാകും ഇങ്ങനത്തെ ഡക്സ്. അപ്പോൾ ഈ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്ന ചില ആനിമലൊക്കെ എക്സ്റ്റിങ്ഷൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ആനിമൽസാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു അവയർനെസ് ഒക്കെ ഓഡിയോ ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും കേട്ടോ ഈ വാക്കിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ നമ്മൾ നടന്ന് ഗാലറിയുടെ ഡൈനാമിക് എർത്ത് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ജിയോളജിയാണ്. വിസിറ്റേഴ്സിന് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന പലതരം മിനറൽസിനെയും റോക്സിനെയൊക്കെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ഇവിടെ നിന്ന് സാധിക്കും. അതേപോലെ തന്നെ പലതരത്തിലുള്ള റോക്ക് ഫോർമേഷൻസും അവരോട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വെറുതെ ഇത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്ക് മാത്രമല്ല കേട്ടോ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് താഴെ വലിയൊരു കുറിപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. മില്യൺ ഇയേഴ്സ് മുമ്പുണ്ടായ ഒരു ലാവ ഫ്ലോ ഉറഞ്ഞ് കല്ലായതാണിത്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്ന് കണ്ടെടുത്ത ഒരു പ്രത്യേകതരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണിത്. ഓർബിക്കുലാർ എന്നാണ് കേട്ടോ ഇതിന് പേരിട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ വന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അൺനോൺ ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഭൂമിയുടെ വിവിധ മുഖങ്ങളാണ് കേട്ടോ. 4.4 ബില്യൺ ഇയേഴ്സൊക്കെ ഇങ്ങനെ ഒരു മോൾട്ടൺ ലാവ രൂപത്തിലായിരുന്നു ഭൂമി ഇരുന്നത്. 3.8 ബില്യൺ ഇയേഴ്സ് ആയപ്പോഴത്തേനും ഭൂമി മൊത്തത്തിൽ വെള്ളത്തിൽ ചുറ്റപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. ലാൻഡ് കാണാനേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 2.2 ബില്യൺ ഇയേഴ്സ് അഗോ ഇതൊരു സ്നോബോൾ പോലെ സ്നോയാൽ ചുറ്റപ്പെട്ടാണ് ഭൂമി കാണപ്പെട്ടിരുന്നത്. അപ്പോൾ അതിന് താഴെ ഒരു വീല് പോലത്തെ ഒരു റൗണ്ടിലുള്ള സാധനം വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അതൊന്ന് തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനുശേഷം 105 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് പ്ലാന്റ്സ് ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സമയത്താണ് ടെക്ടോണിക് പ്ലേറ്റ് മൂവ് ചെയ്ത് ഇന്ന് കാണുന്ന ലാൻഡിലേക്കൊക്കെ ഒരു ഫോർമേഷനായി വന്നത്. ഇനി ഒരു 100 മില്യൺ വർഷം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഭൂമിയുടെ അവസ്ഥ ഏകദേശം ഇതേപോലെ ആകുമെന്നാണ് പറയുന്നത്. അതായത് ഓസ്ട്രേലിയ കോണ്ടിനെൻറ്റ് മൂവ് ചെയ്ത് ഏഷ്യയുമായിട്ട് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ ഹിമാലയൻ റേഞ്ച് ഉണ്ടാവും എന്നാണ് അവരതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒരു 100 മില്യൺ ഇയേഴ്സ് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഭൂമിയുടെ അവസ്ഥ എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ഈ ഒരു ഓഡിയോ വിഷ്വൽ പാനലിൽ ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെൻറ്റിനെ കുറിച്ചും ഫോർമേഷൻ ഓഫ് സ്റ്റോണുകളെ കുറിച്ചും ഒക്കെയാണ്. ഡീറ്റെയിൽ ആയിട്ട് അവരത് പറയുന്നുണ്ട്. അടുത്തായിട്ട് ഭൂമിയുടെ ലെയറുകളാണ് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ക്രസ്റ്റ്, മാൻറ്റിൽ, ഇന്നർ കോർ, ഔട്ടർ കോർ. അപ്പോൾ അവിടെയൊക്കെ കാണപ്പെടുന്ന സ്റ്റോണുകൾ അല്ലെങ്കിൽ മിനറൽസ് എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മ്യൂസിയത്തിൽ തന്നെ കാണാൻ ഏറ്റവും ഭംഗിയുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. മിനറൽസും ക്രിസ്റ്റൽസും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഏരിയയാണിത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ക്രിസ്റ്റൽസിൽ ക്വാർട്സ് ക്രിസ്റ്റൽസ് ഉണ്ട്. അതായത് സിലിക്കൺ ഡയോക്സൈഡ് മിനറൽസുമായിട്ട് കമ്പോസ് ചെയ്തിട്ടൊരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ വരുന്നത്. വളരെ മനോഹരമാണ് അത് കാണാനായിട്ട്. അതേപോലെ തന്നെ പല ഇനത്തിൽപ്പെട്ട ജെം സ്റ്റോൺ കളക്ഷൻസ് ഉണ്ട്. കണക്കുകൾ പ്രകാരം ഏകദേശം 52,100ഓളം മിനറൽ ഡിസ്പ്ലേസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ ഇതിൽ ചില സ്റ്റോൺസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും കേട്ടോ, ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണല്ലോ, ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാണല്ലോ എന്നൊക്കെ, നമ്മുടെ ഈ വെള്ളാരം കല്ല് പോലത്തെ കല്ലുകളൊക്കെ കാണുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതിൽ ചില ക്രിസ്റ്റലുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നോക്കി നിന്ന് പോകാൻ തോന്നും കേട്ടോ, അത്രയ്ക്ക് ഭംഗിയാണ്. അത് എത്രത്തോളം ക്യാമറയിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നു എന്ന് അറിയില്ല, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഈ പച്ച കളറുള്ള ക്രിസ്റ്റലൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയാണത് കാണാനായിട്ട്. ഈ ഓരോ സ്റ്റോണും വെച്ചേക്കുന്നതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് ഓഡിയോ വിഷ്വൽ പാനലുകളുണ്ട്. അതിൻ്റെ അകത്ത് ഇവയൊക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നും കൂടെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെ ചില സ്റ്റോണുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും കേട്ടോ, നമ്മൾ മുറ്റത്തൂടെയൊക്കെ നടക്കുമ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന കല്ലുകളുമായിട്ട് ഇതിന് സാമ്യം ഉണ്ടല്ലോ എന്ന് തോന്നും കേട്ടോ. അത് ഈ താഴെയൊക്കെ കൊടുത്തേക്കുന്ന കല്ലുകൾ കണ്ടോ. അപ്പോൾ അവയിൽ മിക്കത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന കല്ലുകളോട് വളരെ സാദൃശ്യമുള്ളവയാണേ.
കണ്ടില്ലേ എത്രത്തോളം ഉണ്ട് ഈ ഇത്തരത്തിലുള്ള ക്രിസ്റ്റലുകളുടെ കളക്ഷൻ. എത്ര കാണിച്ചിട്ട് എനിക്ക് മതി വരുന്നില്ല കേട്ടോ. ഞാൻ കുറേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ഈ കാണുന്ന ഈ ഒരു ഭാഗം ഇവല്യൂഷൻ ആൻഡ് എത്തിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. 575 മില്യൺ ഇയേഴ്സ് എഗോ ജീവിച്ചിരുന്ന ജീവികളുടെ ഫോസിലുകളെ പറ്റിയാണ് ഈ ഒരു ഭാഗം പ്രതിനിധീകരിച്ചിരിക്കുന്നത്. മിക്ക ഫോസിൽസും ഡീപ്പ് ഓഷൻ ക്രിയേച്ചേഴ്സിൻ്റെയാണ്. കാരണം ആ ഒരു സമയത്തൊക്കെ ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ട് കാണപ്പെട്ടിരുന്നു എന്നാണല്ലോ റിസർച്ചേഴ്സൊക്കെ പറയുന്നത്. അതുകൊണ്ട് കൂടുതലും അതേപോലത്തെ ഫോസിലുകളും ഡിസ്പ്ലേകളും ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നത്. ഒറിജിൻ ഓഫ് ലൈഫിനെ പറ്റിയൊക്കെ വളരെ നീണ്ടൊരു എക്സ്പ്ലനേഷനൊക്കെ ആ ഓഡിയോ വിഷ്വൽ പാനലിൽ കൂടെ അവർ പറയുന്നുണ്ട്. മിക്കതും അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ തന്നെ, അതായത് ഫോസിലുകളുടെ രൂപത്തിൽ തന്നെയാണ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഒരു സ്റ്റോൺ സഹിതം. അപ്പോൾ ഈ ഒരു സ്റ്റോൺ വെച്ചിരിക്കുന്നത് പുറത്താണ്. നമുക്കത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫീൽ ദ ഫോസിൽസ് ഓഫ് ഫിഷ് എന്ന്. അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള ഫിഷുകളുടെ ഫോസിലുകളാണ് ആ ഒരു സ്റ്റോണിൽ കാണുന്നത്. അപ്പോൾ നമുക്കത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് ലിവിങ് ഫോസിലുകളാണ്. നിങ്ങൾക്ക് എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല, കാരണം അത് ഫിഷിനും ആ ഒരു കല്ലിനും ഒക്കെ ഒരേ കളറാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ ജീവനുള്ള ഫിഷാണെന്ന് തോന്നും, പക്ഷേ അത് ഫോസിലുകളാണ്, ലിവിങ് ഫോസിൽസിനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതേ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഫിഷിൻ്റെ പേര് ലോബ് ഫണൽ ഫിഷ് എന്നാണ്. അപ്പോൾ ജലത്തിൽ നിന്നും കരയിലേക്കുള്ള ലൈഫിൻ്റെ ഒരു എവല്യൂഷനാണ് കേട്ടോ അവിടെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, അതോടനുസരിച്ച് അവയ്ക്കുണ്ടായ രൂപമാറ്റം, ആ ഫിഷിൽ നിന്ന് ഉരകത്തിലേക്കുള്ള ഒരു രൂപമാറ്റവും അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ക്വാർട്സിൻ്റെ കുറേ കളക്ഷൻസും വെച്ചിട്ടുണ്ട്. ക്വാർട്സിനെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, സിലിക്കോണുകൾ മിനറലുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് ഉണ്ടാകുന്ന ക്രിസ്റ്റലൈനുകളാണ് ക്വാർട്സുകൾ. കണ്ടില്ലേ, ഡയമണ്ടൊക്കെ പോലെ ഇരിക്കുന്നു ക്വാർട്സുകൾ കണ്ടു കഴിയുമ്പോൾ. ഇനി ഇവിടെ വെച്ചിരിക്കുന്ന റെപ്റ്റൈൽസിൻ്റെ കുറച്ച് ഫോസിൽസും കാര്യങ്ങളൊക്കെയാണ്. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന റെപ്റ്റൈൽസിൻ്റെ ഫോസിൽസും ഫോസിലിൻ്റെ ഭാഗങ്ങൾ, പൂർണ്ണമായിട്ടുള്ള ഫോസിലുകളൊന്നുമില്ല, എല്ലാത്തിൻ്റെയും ശരീരഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടാക്കിയെടുത്ത രൂപങ്ങൾ അവിടെ അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഇവ ഇരുന്നതെന്ന്. ഇനി ഇവിടെ ഒരു ചെറിയ ഫോറസ്റ്റിൻ്റെ പോലത്തെ ഒരു ഡിസ്പ്ലേയിൽ ഒരു 2 ഡൈനോസർ, ഒരു കുട്ടി ഡൈനോസറുകളുടെ രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സയൻസ് ആൻഡ് ലൈഫ് ഗാലറിയുടെ ഒരു രത്ന ചുരുക്കം. ഇനി ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഓസ്ട്രേലിയൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള അവർ ഉപയോഗിച്ചിരുന്ന എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി ഇട്ടുണ്ടെങ്കിൽ വലിയൊരു വീഡിയോ ആകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.